ടോറസ് അഥവാ ഇടവ ലഗ്നത്തിലാണ് വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്നത്. ഇത് നമ്മളുടെ മൂല്യങ്ങളെയും ഭൗതിക സമ്പത്തിനെയും പ്രതിഫലിപ്പിക്കാനുള്ളൊരു സമയമാണ്. ഉദാഹരണമായി വീടിനെ മനോഹരമായി മൂടി പിടിപ്പിക്കുക, അതുപോലെ തന്നെ നല്ല എഴുത്തുകൾ എഴുതുക, അതുപോലെ തന്നെ വീട് വൃത്തിയായി അതും ചിട്ടയായി തന്നെ വയ്ക്കുക, പ്രത്യേകിച്ച് വൃത്തിയോടുകൂടി എല്ലാം ഒതുക്കി വയ്ക്കുക എന്നിവ ഇവരുടെ പ്രത്യേകതകളാണ്. മനോഹരമായും വൃത്തിയായും വീട് സൂക്ഷിക്കുക. ആശ്വാസവാക്കുകൾ പറയുക. യോഗ മുതലായ കാര്യങ്ങളോടൊപ്പവും സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിലും ഇവർ പേരുകേട്ടവരാണ്. എന്നാൽ ഇടവ ലഗ്നത്തിലുള്ള ഈ വ്യാഴത്തിൻ്റെ വക്രഗതി നമ്മളെ മുന്നോട്ട് പോകുന്നതിന് പകരം പിന്നിലേക്ക് പോകുന്നതായി തോന്നിപ്പിക്കും. നമ്മളുടെ തീരുമാനങ്ങളെ നമ്മൾ ചോദ്യം ചെയ്തേക്കാം, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠ ഉണ്ടായി എന്നു വരാം. വ്യാഴത്തിൻ്റെ വക്രഗതി പുനർമൂല്യനിർണ്ണയത്തിനും ക്രമീകരണങ്ങൾക്കുമുള്ള ഒരു അവസരമായി ഉപയോഗിക്കുക. മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിസൈൻ പോലുള്ള ക്രിയേറ്റീവ് മേഖലകളിൽ ഉള്ളവർക്ക് ഒരു ക്രിയേറ്റീവ് ബ്ലോക്ക് അനുഭവപ്പെട്ടേക്കാം. നിർബന്ധിത ബുദ്ധി ഒഴിവാക്കി പഴയ ആശയങ്ങൾ വീണ്ടും സന്ദർശിക്കാനോ അപ്രതീക്ഷിത ഉറവിടങ്ങളിൽ നിന്ന് പ്രചോദനം തേടുവാനോ ഈ സമയം ഉപയോഗിക്കുക. എഞ്ചിനീയർമാർക്കും സാങ്കേതിക റോളുകളിൽ ഉള്ളവർക്കും കാലതാമസമോ തിരിച്ചടിയോ അനുഭവപ്പെടാം. ക്ഷമയോടെ ഇരിക്കുക. നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ വർക്ക് സ്പേസ് ഓർഗനൈസ് ചെയ്യാനും നിങ്ങളുടെ വർക്ക് ഫ്ലോ കാര്യക്ഷമമാക്കാനും ഇത് നല്ല സമയമാണ്. അധ്യാപകർക്ക് തങ്ങളുടെ വിദ്യാർത്ഥികളോട് ഇടപഴകുന്നത് വെല്ലുവിളിയായി കണ്ടേക്കാം. കാര്യങ്ങൾ കൂടുതൽ രസകരമായി ക്രിയേറ്റീവ് ആക്കുവാനുള്ളത് ഈ സമയം മെച്ചപ്പെടുത്തുവാൻ ശ്രമിക്കുക. റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാർ വിപണിയിൽ മാന്ദ്യം കണ്ടേക്കാം. ക്ലയൻറ്റുകളുമായി ബന്ധം സ്ഥാപിക്കുന്നതിലും നിങ്ങളുടെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ പരിഷ്കരിക്കുക എന്നത് മുൻകൂട്ടി ആസൂത്രണം ചെയ്യുക എന്നതാണ്. അതിനാൽ തന്നെ ഒരു ഷെഡ്യൂൾ സൃഷ്ടിക്കുന്നത് ഈ അനിശ്ചിത സമയത്ത് സ്ഥിരത പ്രദാനം ചെയ്യും. ഓരോ ദിവസവും ചെയ്യേണ്ടവയുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. വലിയ ജോലികളെയും ചെറിയ ജോലികളെയും കൂടുതൽ കൈകാര്യം ചെയ്യാവുന്നതുമായ ഘട്ടങ്ങളായി വിഭജിക്കുക. ഇത് നിങ്ങളുടെ ജോലിഭാരം കുറയ്ക്കുകയും കൂടുതൽ നിയന്ത്രണത്തിലാക്കിയിരിക്കുകയും ചെയ്യും. വിശ്രമത്തിനും സ്വയം പരിചരണത്തിനുമുള്ള സമയം കണ്ടെത്തുക. നിങ്ങളുടെ വീട്ടിലോ അഥവാ ഓഫീസ് സ്പേസിലോ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഡൊണേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എടുത്തു മാറ്റുക എന്നതും ഒരു റെമഡിയാണ്.